ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? സാധ്യതകളിൽ മുൻപന്തിയിലുള്ള പേര് മറ്റാരുടെയുമല്ല, രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്ര എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 1956 മെയ് 25 ആലപ്പുഴയിലെ ചെന്നിത്തലയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചു. KSUവിനെ കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ KSUവിന്റെയും പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെയും അഖിലേന്ത്യാ പ്രസിഡന്റായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 1982 26-ാം വയസ്സിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നും ആദ്യമായി നിയമസഭയിലെത്തി. 4 വർഷത്തിനു ശേഷം 1986 കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ 30-ാം വയസ്സിൽ അദ്ദേഹം മന്ത്രിയായി. കോൺഗ്രസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിമാരിൽ ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. നിയമസഭയിൽ മാത്രമല്ല 4 തവണ പാർലമെന്റിലും അദ്ദേഹം കേരളത്തിന്റെ ശബ്ദമായി മാറി. 8 വർഷത്തോളം KPCC പ്രസിഡന്റായി പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച ചരിത്രമാണ് അദ്ദേഹത്തിന്റേത്. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായപ്പോൾ ഓപ്പറേഷൻ കുബേര പോലുള്ള ശക്തമായ നടപടികളിലൂടെ ജനശ്രദ്ധ നേടി. 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് സർക്കാരിനെതിരെ അദ്ദേഹം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ കേരള രാഷ്ട്രത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ചു. എന്തുകൊണ്ട് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം? ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒരുപോലെ തിളങ്ങിയ നേതാവാണ് രമേശ് ചെന്നിത്തല. ഒന്നാമതായി അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ പാർലമെന്ററി പരിചയം. രണ്ടാമതായി UDFിലെ ഘടകകക്ഷികളുമായുള്ള ശക്തമായ ബന്ധം. മൂന്നാമതായി ഹൈക്കമാൻഡിന് അദ്ദേഹത്തിലുള്ള വിശ്വാസം. ഇതൊക്കെയാണെങ്കിലും VD സതീശൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ നിരയിലുണ്ട്. ഹൈക്കമാൻഡ് ആരെ തീരുമാനിക്കും എന്നതിലായിരിക്കും കേരളത്തിന്റെ ഇനി വരുന്ന 5 വർഷങ്ങൾ. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ മറ്റാരെങ്കിലും മാറ്റം വേണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. രാഷ്ട്രീയ കേരളത്തിലെ പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.